എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 5 horses are in a race. Mr. A selects 2 of the horses at random and bets on them. The probability that Mr. A selected the winning horse is. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് 5 ഹോഴ്സസ് ഉണ്ട് അല്ലെ, 5 ഹോഴ്സസ് നിന്ന് 2 എണ്ണം എടുക്കുക എന്ന് പറയുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി വരും, ടോട്ടൽ ഔട്ട്കംസ് എന്ത് വരും? 5C2 അല്ലേ. 5C2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 × 4 അതായത് 5C2 എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 - 2 ഫാക്ടോറിയൽ അല്ലേ. അതെന്താണ് വരിക? 5 ഫാക്ടോറിയൽ 5 × 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 തന്നെ, 5 - 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഫാക്ടോറിയൽ. അപ്പം എന്ത് വരും? ഇവിടെ 5 × 2 10 അല്ലേ വരിക. ആൻസർ എന്ത് വരും? 10 വരും. അപ്പം നമുക്ക് ടോട്ടൽ ഔട്ട്കംസ് എന്ത് കിട്ടി? 10 ആണെന്ന് കിട്ടി അല്ലേ. ഇനി ഫേവറബിൾ ഔട്ട്കംസ് കാണണം. The probability that Mr. A select the winning horse is. ഒരെണ്ണം വിന്നിങ് ഹോഴ്സ് ആണ് വെച്ചെങ്കിൽ മറ്റൊരെണ്ണം എന്താവും? അല്ലാത്തതാവും. അതിന് ഏതൊക്കെ? ഫസ്റ്റ് 1 ആവാം, സെക്കൻഡ് 1 ആവാം, തേർഡ് 1 ആവാം, ഫോർത്ത് 1 ആവാം അല്ലേ. ഇതിനെ ഇതിനോടൊക്കെ പെയർ ചെയ്യണു എന്ന് പറയുമ്പോൾ എത്ര ഫേവറബിൾ ഔട്ട്കംസ് വരും? അതായത് ഒന്നിന് 1 ഒന്നിന് 2, 1 3, 1 4 ഇങ്ങനെ പെയർ ചെയ്യാം അല്ലെ. അപ്പൊ 4 തരത്തിൽ പെയർ ചെയ്യാം. അപ്പൊ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 4ഉം ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 10ഉം ആണെങ്കിൽ 4/10 അതെന്ന് പറയുന്നത് എത്രയാണ്? 2/5. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The mean and variance of a random variable x having a binomial distribution are 4 and 2 respectively. Then p of x equal to 1 is. അതായത് ഇതിൽ പറയണത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഏതൊക്കെയാണ്? മീൻ മ്യൂ എന്ന് പറയുന്നത് 4ഉം പിന്നെ സിഗ്മ സ്ക്വയർ എന്ന് പറയണത് അല്ലെ, വാരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയണത് 2 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 1. പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു കെ എന്ന് പറയണത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലേ. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയണത് NCK p raised to k 1 - p whole raised to n - k അല്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? മ്യൂ എന്ന് പറയണത് എന്താണ്? NP ആണ് അല്ലെ. മ്യൂ എന്ന് പറയണത് NP ആണ്. NP എന്ന് പറയണത് 4 ആണെന്ന് തന്നുണ്ട്. പിന്നെ സിഗ്മ സ്ക്വയർ എന്ന് പറയണത് എന്താവും? അപ്പോ NP × 1 - p. അതായത് Q എന്നുള്ളതിന് ഞാൻ 1 - p എന്ന് എഴുതി. NPQ ആണ് സിഗ്മ സ്ക്വയർ അല്ലേ. അപ്പൊ NP × 1 - p അതെന്ന് പറയണത് എത്രയാണ് പറഞ്ഞിട്ട്? 2 ആണെന്ന് പറഞ്ഞിട്ട്. ഇനി വാരിയൻസിനെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താ എന്ത് വരും നോക്കൂ. ഈ NP ക്യാൻസൽ ചെയ്ത് പോവില്ലേ. അപ്പൊ 1 - p മാത്രല്ലേ വരിക. 1 - p എന്ന് പറയുന്നത് 2/4 എന്ന് വന്നില്ലേ. അപ്പോ p എന്ന് പറയുന്നത് നമുക്ക് അവിടുന്ന് കണ്ടുപിടിച്ചൂടെ? p എന്താവും? 1 - 2/4 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? 1/2 ആണ് അല്ലെ. 1 - 1/2 അത് എത്രയാണ്? 1/2. അപ്പൊ p 1/2 ആണെങ്കിൽ നമുക്ക് പിന്നെ എന്ത് പറയാൻ പറ്റും? n എന്ന് പറയുന്നത് എന്താവും? n എന്ന് പറയുന്നത് p 1/2 ആണ് വെച്ചെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ എന്ത് കിട്ടും?
n ഈക്വൽ ടു ആ 2നെ അങ്ങോട്ട് കൊണ്ടുപോയ 4 into 2 ആവില്ലേ, 8 ആവില്ലേ. അപ്പൊ n 8 ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ. p എന്താണെന്ന് കിട്ടി, 1/2 ആണെന്ന് കിട്ടി. 1 മൈനസ് പി എന്താവും, 1 മൈനസ് പി എന്ന് പറയുന്നത് 1 മൈനസ് 1/2, അത് എത്രയാണ്, 1/2. അപ്പൊ ഇനി നമുക്ക് kന് പകരം 1 ആണ്. അപ്പൊ p ഓഫ് x ഈക്വൽ ടു 1 എഴുതാം. x ഈക്വൽ ടു 1 ഈക്വൽ ടു n എത്രയാണെന്ന് പറഞ്ഞു, 8 ആണെന്ന് കിട്ടി. c k എന്ന് പറയുന്നത് 1, 8c1 അല്ലേ. 8c1 1/2 റേസ് ടു k എന്ന് പറയുന്നത് എത്രയാണ്, 1. 1 മൈനസ് പി ഹോൾ റേസ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 1. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 8c1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 8 ആണ് അല്ലെ. 1/2 ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/2 തന്നെ. 1 മൈനസ് പി, സോറി പിക്ക് ഇവിടെ 1/2 കൊടുക്കണേ. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2, 1/2 റേസ് ടു 7 അല്ലേ. 1/2 റേസ് ടു 7. പിന്നെ എ റേസ് ടു എം, എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ. അപ്പൊ നമുക്ക് ഇത് എന്താ എഴുതാം, 8 into 1/2 റേസ് ടു 8 എന്ന് എഴുതിക്കൂടെ. ഇത് എന്താണ്, 2 ക്യൂബ് അല്ലേ, 2 ക്യൂബ് ആണ്. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 1/2 റേസ് ടു 8. അപ്പൊ എന്ത് വരും, 2 റേസ് ടു 5 ഇവിടെ വരും അല്ലെ. 1/2 റേസ് ടു 5. 2 റേസ് ടു 5 എത്രയാണ്, ഈ 2 4, 4 2 8, 2 16, 16 2 32. അപ്പൊ എത്രയാണ്, 1/32 എന്നുള്ളതല്ലേ ഓപ്ഷൻ. 1/32 ആണ് ആൻസർ. ഏതാണ് ഓപ്ഷൻ നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, മ്യൂ തന്നുണ്ട്, സിഗ്മ സ്ക്വയറും തന്നുണ്ട് വെച്ചെങ്കിൽ അതിന്ന് നമ്മൾ പി കണ്ടുപിടിച്ചു. പി കണ്ടുപിടിച്ചപ്പോ 1 മൈനസ് പിയും അറിയാം, പിന്നെ കെ കണ്ടുപിടിക്കുക. കെ കണ്ടുപിടിക്കണം അല്ല, കെ അവർ തന്നിട്ടുണ്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന്. എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ മ്യൂ എൻ പി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി കിട്ടിച്ചെങ്കിൽ പിന്നെ എൻ കണ്ടുപിടിച്ചൂടെ. അപ്പൊ എൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question: the probability that A speaks truth is 4/5, while this probability for B is 3/4. The probability that they contradict each other when asked to speak on a fact is. എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്? ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എ ട്രൂത്ത് സ്പീക്ക് ചെയ്യുമ്പോഴുള്ള പ്രോബബിലിറ്റി അല്ലെ. അതായത് പ്രോബബിലിറ്റി ഓഫ് എ ട്രൂത്ത് ആവുമ്പോൾ ഉള്ളത് അല്ലേ, അത് 4/5 ആണ്. ഇനി നെക്സ്റ്റ് എന്താ, അപ്പൊ പി ഓഫ് എ ലൈ ആണ് എന്നുള്ളത് പറയണതിനുള്ള പ്രോബബിലിറ്റി എന്ത് വരും, 1 മൈനസ് ഇത് എന്ന് വരില്ലേ, 1 മൈനസ് 4/5, അത് എത്രയാണ്, 1/5 അല്ലെ. ലൈ ആണ് എന്നുള്ളതിന് 1/5 ആണ് വരിക. ഇനി പി ഓഫ് ബി ട്രൂത്ത് ആണ് എന്ന് പറയുന്നതിന് എന്താണ് പ്രോബബിലിറ്റി പറഞ്ഞത്, ഇവിടെ എന്താ പറഞ്ഞ 3/4 അല്ലെ. അപ്പൊ പി ഓഫ് ബി ലൈ ആണ് എന്ന് പറയണതിനുള്ള പ്രോബബിലിറ്റി എന്താണ്, 1 മൈനസ് 3/4 അല്ലേ, അത് എത്രയാണ്, 1/4 ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കിട്ടി. ഇനി നമുക്ക് എന്താണ് പറയണത്, കോൺട്രഡിക്ഷൻ ഒക്കേഴ്സ് അല്ലെ, കോൺട്രഡിക്റ്റ് ഈച്ച് അതർ വെൻ ആസ്ക്ഡ് സ്പീക്ക് ഓൺ എ ഫാക്ട്. അപ്പൊ പി ഓഫ് കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് കോൺട്രഡിക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതായത് ഒന്നുമില്ല വെച്ചെങ്കിൽ പി ഓഫ് എ ട്രൂത്തും പി ഓഫ് ബി ലൈയും ആവാം അല്ലെ, പി ഓഫ് ബി ലൈയും ആവാം. അല്ലെങ്കിൽ പിന്നെ എന്താണ്, പി ഓഫ് എ ലൈയും പി ഓഫ് ബി ട്രൂത്തും ആവാം അല്ലെ. ഈ രണ്ട് കണ്ടീഷൻ അല്ലേ ഉണ്ടാവുക. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ എന്താണ് വരിക, ഇവിടെ പി ഓഫ് എ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 4/5 ഇൻറ്റു പി ഓഫ് ബി ലൈ എന്ന് പറഞ്ഞിരുന്നത് 1/4 പ്ലസ് 1/5 ഇൻറ്റു അല്ലെ
ഇവിടെ എന്താ വരിക? പി ഓഫ് എ ലൈ 1/5 ഇൻറ്റു പി ഓഫ് ബി ട്രൂത്ത്, അതായത് 3/4. അപ്പൊ എന്ത് വരും? 4/20യും 3/20യും അല്ലെ? 4 + 3 എത്രയാണ്? 7. 7/20. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കണേന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A random variable x has the probability distribution x equal to x ഉം p of x ഉം തന്നുണ്ട്. 1, 2, 3, 4, 5 അങ്ങനെ വരുമ്പോൾ p of x കൾ തന്നുണ്ട്. For the events e equal to set of all x is a prime number and f equal to x less than 4, the probability of e union f is. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? അതായത് നമുക്ക് അറിയണ ഒരു വാക്യം പി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ പ്ലസ് പി ഓഫ് എഫ് അല്ലേ മൈനസ് പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇവന്റ് ഇ എന്ന് പറയുന്നത് എന്താണ്? പ്രൈം നമ്പർ ആവാനുള്ളത്. പ്രൈം നമ്പർ ഏതൊക്കെയാണ് ഇതില്? 2, 3, 5, 7 അല്ലേ? 2, 3, 5, 7 എന്നുള്ളതാണ് പ്രോബബിലിറ്റികളാണ്. ഏത്? പ്രൈം. അപ്പൊ പി ഓഫ് ഇ എന്ത് വരും? ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മാണ്. അപ്പൊ 2ന് ഏതാണ്? 0.23 പ്ലസ് 0.12 പ്ലസ് 0.20 പ്ലസ് 0.07. അപ്പൊ എത്ര വരും? 7, 2, 9, 9, 3, 12, 1, 3, 3, 1, 4, 2, 6. 0.62 എന്ന് വന്നില്ലേ? 0.62 ആണ് പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത്. ഇനി പ്രോബബിലിറ്റി ഓഫ് എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ആണെങ്കിൽ, ലെസ് ദാൻ 4 ആണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും നോക്കൂ. 1, 2, 3, 4 ഇതെല്ലാം കൂടി കൂട്ടുക. അതായത് ഇത് കൂട്ടിയ എത്ര വരും? 2, 3, 5, 5, 5, 10, 1, 1, 1, 2, 2, 1, 3, 3, 2, 5, 5, 1, 6. 0.60 അല്ലേ? പക്ഷേ എക്സ് ലെസ് ദാൻ 4 ആണ് പറഞ്ഞിരിക്കണേ, അതുകൊണ്ട് 4 എടുക്കാൻ പാടില്ല അല്ലെ? നമ്മൾ 4 എടുത്തു. അപ്പൊ ഇവിടെ ഏത് വരും? ഇതെല്ലാം കൂടി കൂട്ടിയ 0.60 വന്നില്ലേ? അതിന്ന് 0.10 കുറയ്ക്കണം. അപ്പൊ 0.50 ആണ് വരിക. പി ഓഫ് എഫ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൈം നമ്പറും ആവണം, ലെസ് ദാൻ 4 ആവണം. അങ്ങനെയുള്ളത് ഏതൊക്കെയാണ് നോക്കൂ. പ്രൈം നമ്പറും ആവണം, എക്സ് ലെസ് ദാൻ 4 ആവണം എന്നുള്ളത് ഏതൊക്കെയാണ്? 2ഉം 3ഉം മാത്രല്ലേ? അപ്പൊ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്നുള്ളതില് ഏതൊക്കെ വരും? പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് എന്നുള്ളതില് 0.23ഉം 0.12ഉം വരും. അപ്പൊ പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 0.23 പ്ലസ് 0.12. അത് എത്രയാണ്? 0.35 അല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്തെല്ലാം കിട്ടി? പി ഓഫ് ഇ കിട്ടി, പി ഓഫ് എഫ് കിട്ടി, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ. ഇനി ഇതില് നമ്മള് കൊടുത്താൽ മതിയില്ലേ പി ഓഫ് ഇ യൂണിയൻ എഫ് കിട്ടാൻ? ഈക്വൽ ടു പി ഓഫ് ഇ എന്താണ്? 0.62 പ്ലസ് പി ഓഫ് എഫ് എന്താണ്? 0.50 മൈനസ് 0.35. അപ്പൊ ഇത് എന്താണ് വരിക? ഇത് രണ്ടും കൂടി കൂട്ടിയ 0.50 മൈനസ് 0.35 എന്ന് പറയുമ്പോൾ 5 0.15 അല്ലേ? 0.15ഉം 0.62ഉം അത് എത്രയാണ് വരിക? 0.77. 0.77 എന്നുള്ള ആൻസർ ഉണ്ടോ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The mean and variance of the binomial distribution are 4 and 2 respectively. Then the probability of 2 successes is.
മീനും വാരിയൻസും ആണ് തന്നിരിക്കുന്നത്. മീൻ എങ്ങനെയാണ്? മ്യൂ എന്നാണ് പറയാ. മ്യൂ ഈക്വൽ ടു എൻ പി ആണ് അല്ലെ, എൻ പി ആണ്, അത് 4 ആണ്. ഇനി സിഗ്മ സ്ക്വയർ ആണ് വാരിയൻസ്. സിഗ്മ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കുക? എൻ പി ക്യൂ അല്ലെ, ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി. അപ്പൊ എൻ പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് എന്ത് തന്നിട്ട്. അപ്പൊ നമുക്ക് ഇതിന്ന് പി ക്യൂ കണ്ടുപിടിച്ചൂടെ? കാരണം ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ എന്ത് വരും? എൻ പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ പി എന്ന് പറഞ്ഞാൽ എൻ പി ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ ക്യൂ ഈക്വൽ ടു എന്ത് വരും? 2/4 എന്ന് വരും. അത് എന്ന് പറയുന്നത് 1/2 ആണ്. ക്യൂ 1/2 ആണ് എങ്കിൽ നമുക്കറിയാം പി പ്ലസ് ക്യൂ, അതായത് എന്താണ്, ഒന്ന് പ്രോബബിലിറ്റി സക്സസും ഒന്ന് പ്രോബബിലിറ്റി ഫെയിലിയറും ആണ് വെച്ചെങ്കിൽ, സക്സസ് ആണ് പി എങ്കിൽ പി പ്ലസ് ക്യൂ 1 ആണ് എന്ന് പറയാം അല്ലെ. അപ്പൊ ക്യൂ ഈക്വൽ ടു 1/2 ആവുമ്പോ പി എന്ത് വരും? 1 മൈനസ് 1/2. അത് എത്രയാണ് വരിക? 1/2. ഇനി നമുക്ക് എന്ത് പറഞ്ഞ? എൻ പി 4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എൻ പി ഈക്വൽ ടു 4. അപ്പൊ n ഇൻറ്റു പിക്ക് പകരം 1/2 ഈക്വൽ ടു 4 എന്ന് വന്നില്ലേ. അപ്പൊ n ഈക്വൽ ടു എന്ത് വരും? 8 എന്ന് വന്നില്ലേ. n ഈക്വൽ ടു 8 എന്ന് വന്നു അല്ലേ. ഇനി എന്താണ് പറഞ്ഞേക്കണേ? പ്രോബബിലിറ്റി ഓഫ് 2 സക്സസ് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നുള്ളതിന് എങ്ങനെ എഴുതാം? NC2 അല്ലെ. n എത്രയാണ്? 8C2 ഇൻറ്റു പി റേസ് ടു 2 അല്ലെ. 1/2 റേസ് ടു 2 ഇൻറ്റു 1 മൈനസ് 1/2, അതായത് 1/2 റേസ് ടു 2 8 മൈനസ് 2 അല്ലെ. കാരണം ഇത് എന്താണ്? ഏത് വാക്യം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത്? പി ഓഫ് എക്സ് ഈക്വൽ ടു കെ ഈക്വൽ ടു എൻ സി കെ പി റേസ് ടു കെ ക്യൂ റേസ് ടു എൻ മൈനസ് കെ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇവിടെ. അപ്പൊ ഇത് ഇനി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതെന്ന് പറയുന്നത് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 8 മൈനസ് 2 6 ഫാക്ടോറിയൽ അല്ലേ, ഇൻറ്റു 1/2 റേസ് ടു 6 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. അപ്പൊ 1/2 റേസ് ടു 8 എന്ന് വരും അല്ലെ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയി. ഡിവൈഡഡ് ബൈ 2, അതായത് 4. 28 ഇൻറ്റു 1/2 റേസ് ടു 8 അല്ലേ. 28 ഡിവൈഡഡ് ബൈ 2 റേസ് ടു 8 എത്രയാണ്? 256. അപ്പോൾ 256. 28 ബൈ 256 ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. ഇതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ലെറ്റ് എ ആൻഡ് ബി be two events such that P of A union B whole bar equal to 1/6, P of A intersection B equal to 1/4, P of A bar equal to 1/4, where A bar stands for the complement of the event A. Then events A and B are. അപ്പൊ നമുക്കറിയാം P of A bar എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ എന്താണ്? P of 1 മൈനസ് പി ഓഫ് എ അല്ലേ. 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുന്നത് 1/4 ആണ് വെച്ചെങ്കിൽ പി ഓഫ് എ നമുക്ക് കണ്ടുപിടിച്ചൂടെ? പി ഓഫ് എ എന്ന് പറയുന്നത് 1 മൈനസ് 1/4 ആവില്ലേ. അത് എത്രയാണ്? 3/4 ആവും. പി ഓഫ് എ എന്ന് പറയുന്നത് 3/4 ആവും. ഇനി പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ബാർ തന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിച്ചൂടെ? എന്നിങ്ങനെയാണ് പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ബാർ അല്ലെ, ഈക്വൽ ടു 1 മൈനസ് 1/6. അത് എത്രയാണ്? 5/6 ആണ്.
അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി ഹോൾ ബാർ കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അതായത് പി ഓഫ് എയും ബിയും ഈക്വലി ലൈക്ലി ആണോ എന്നും പറയണം, ഇൻഡിപെൻഡന്റ് ആണോ എന്നും അറിയണം. അതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എ യൂണിയൻ ബി കിട്ടിയിട്ടുണ്ട്, പി ഓഫ് എ കിട്ടിയിട്ടുണ്ട്, പിന്നെ എ ഇന്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പി ഓഫ് ബി കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിനെ കണ്ടുപിടിക്കാം. പി ഓഫ് ബി. പി ഓഫ് ബി ഈക്വൽ ടു പി ഓഫ് എ യൂണിയൻ ബി പ്ലസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മൈനസ് പി ഓഫ് എ അല്ലെ. എ യൂണിയൻ ബി എന്താണെന്ന് തന്നു? 5/6 ആണെന്ന് തന്നു. പിന്നെ എന്താണ്? 5/6ഉം പിന്നെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്തെന്ന് തന്നിട്ടുണ്ട്? 1/4 ആണെന്ന് തന്നിട്ടുണ്ട്. 1/4 മൈനസ് പി ഓഫ് എ എന്ത് കണ്ടുപിടിച്ചു? പി ഓഫ് എ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ പ്ലസ് 1/4ഉം മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ മൈനസ് 2/4 വരും അല്ലെ. മൈനസ് 2/4 എന്ന് പറഞ്ഞാൽ 1/2. 5/6 മൈനസ് 1/2 അല്ലെ. അത് എത്രയാണ് വരിക? 3 വരണം. 5 മൈനസ് 3/6 എന്ന് വരില്ലേ? അത് എത്രയാണ്? 2/6. അത് എത്രയാണ്? 1/3. അപ്പൊ പി ഓഫ് ബി നമുക്ക് കിട്ടി. ഇനി നമുക്ക് അറിയണം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആണോ എന്ന് അറിയാം അല്ലെ. പി ഓഫ് എ എത്രയാണ്? പി ഓഫ് എ എന്ന് പറയുന്നത് 3/4 ഇൻറ്റു പി ഓഫ് ബി എത്രയാണ് ഇവിടെ കിട്ടിയത്? 1/3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/4 ആണ് ആൻസർ കിട്ടുന്നത്. അതാണോ എ ഇന്റർസെക്ഷൻ ബി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അവർ തന്നിട്ടുണ്ട് 1/4 ആണെന്ന്. അപ്പൊ നമുക്ക് അത് കിട്ടി. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലായി? ഇൻഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലായി അല്ലെ. ഇവൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഇനി ഈക്വലി ലൈക്ലി ആണ് വെച്ചെങ്കിൽ എന്ത് വേണം? പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് ബി ആവണം. പി ഓഫ് എ ഈക്വൽ ടു പി ഓഫ് ബി ആണോ? 3/4 ഈക്വൽ ടു 1/3 ആണോ? അല്ല. അപ്പൊ ഇത് ഈക്വലി ലൈക്ലി അല്ല, പക്ഷെ ഏതാണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരിക നോക്കൂ? ഇൻഡിപെൻഡന്റ് ബട്ട് നോട്ട് ഈക്വലി ലൈക്ലി. ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. ഡി ആണ് ഓപ്ഷൻ. എന്താണ്? ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Three houses are available in a locality. 3 persons apply for the houses. Each applies for one house without consulting other. The probability that all the 3 apply for the same house is. അതായത് മൂന്നാൾക്കും എത്ര ചോയ്സ് വീതമുണ്ട്? 3 ചോയ്സ് വീതമുണ്ട്. അപ്പൊ ടോട്ടൽ ഔട്ട്കംസ് എത്രയുണ്ട്? ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 3 × 3 × 3 അല്ലേ. 27 പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട് അല്ലേ. ഇനി എന്താണ് പറയണത്? ഒരാള് തന്നെ എല്ലാ ഹൗസും ഒരാള് ഒരേ ഹൗസ് തന്നെ ചൂസ് ചെയ്യാം. അതായത് 3 ആളും ഹൗസ് 1 ചൂസ് ചെയ്തു, 3 ആളും ഹൗസ് 2 ചൂസ് ചെയ്തു, 3 ആളും ഹൗസ് 3 ചൂസ് ചെയ്തു. ഇങ്ങനെയുള്ള പ്രോബബിലിറ്റി ആവുമ്പോ ഏതാണ് ഫേവറബിൾ ഔട്ട്കംസ്? എത്രയാണ്? 3 എണ്ണേ ഉള്ളൂ അല്ലെ. 3 ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 27. 3/27 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/9. അതേതാണ് ഓപ്ഷൻ? നോക്കൂ, എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Aeroplanes 1 and 2 bomb a target in
succession, the probabilities of 1 and 2 scoring a hit correctly are 0.3 and 0.2 respectively. The second plane will bomb if the first misses the target. The probability that the target is hit by the second plane is. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതായത് പ്രോബബിലിറ്റി ഓഫ് ഹിറ്റ് 1 ആണ് എങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏതാണ് പ്രോബബിലിറ്റി 0.3 ആണെന്ന്. പ്രോബബിലിറ്റി ഓഫ് ഹിറ്റ് 2 ആണെങ്കിൽ നമുക്ക് ഏതാണ് പ്രോബബിലിറ്റി തന്നിരിക്കുന്നത്? 0.2 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഇനി നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? The second plane will bomb if the first misses. ഫസ്റ്റ് മിസ് ചെയ്യുമ്പോൾ മാത്രമേ സെക്കൻഡ് ബോംബ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ഇനി എന്താണ് പ്രോബബിലിറ്റി? ടാർഗറ്റ് ഈസ് ഹിറ്റ് ബൈ ദ സെക്കൻഡ് പ്ലെയിൻ. അപ്പൊ ഫസ്റ്റ് ഫെയിൽ ആവണം, പിന്നെ സെക്കൻഡ് കറക്റ്റ് ആവണം എന്നുള്ളതാണ് പ്രോബബിലിറ്റി അല്ലെ. അപ്പൊ പി ഓഫ് ഹിറ്റ് 1 എന്ന് പറയുന്നത് പി ഓഫ് മിസ് 1 എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1 മൈനസ് 0.3 അല്ലേ, അതായത് 0.7 അല്ലേ. പി ഓഫ് ഹിറ്റ് 1 എന്ന് പറയുന്നത് 0.3യും പി ഓഫ് മിസ് 1 എന്ന് പറയുന്നത് 0.7ഉം ആണ്. ഇനി എന്താണ് പറയണത്? പി ഓഫ് ഹിറ്റ് ബൈ 2 എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി അല്ലെ. അതായത് പി ഓഫ് മിസ് 1 മിസ് ചെയ്താൽ മാത്രമേ നമ്മൾ 2 ഹിറ്റ് ചെയ്യണുള്ളൂ അല്ലെ. അപ്പൊ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഹിറ്റ് 2 ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മിസ് 1 എന്ന് പറയുന്നത് ഏതാണ്? 0.7 ഇൻറ്റു 0.2. ഹിറ്റ് 2 എന്ന് പറയുന്നത് 0.2. 0.7 ഇൻറ്റു 0.2 എത്രയാണ്? 0.14. ഏതാണ് ഓപ്ഷൻ? നോക്കൂ, ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസിനായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.